ഇൻസ്റ്റാഗ്രാമിൽ നഗ്ന വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് ഒരു പറ്റം സ്ത്രീകൾ തമിഴ്നാട് നിന്നും വണ്ടി വിളിച്ച് വരികയും യുവാവിനെ കെട്ടിയിട്ട് നടു റോഡിലിട്ട് മർദ്ദിക്കുകയും ചെയ്തു. മുഹമ്മദ് അലി ജിന്ന എന്ന കേരള സ്വദേശിക്കാണ് അടി കിട്ടിയത്. പക്ഷെ എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, ഒന്നാമത് ഇൻസ്റ്റാഗ്രാമിൽ നഗ്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് മോർഫ് ചെയ്ത് നഗ്ന വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ സ്ത്രീകളെ ഒരുപാട് വർഷമായി ഇവൻ ഉപദ്രവിക്കുകയാണെന്നും അത് ചോദിക്കാൻ വേണ്ടി നേരിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവന്റെ അടുത്ത് വരികയായിരുന്നെന്നും ആദ്യം ഇവനാണ് ഞങ്ങൾക്ക് അടിച്ചതെന്നും അതിന്റെ പക തീർക്കാനായി ഞങ്ങൾ എല്ലാവരും കൂടി അവനെ പൊതിരെ തല്ലുകയായിരുന്നുവെന്നും ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറയുകയുണ്ടായി. എന്ത് തന്നെയായാലും 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് തന്നെയായാലും ഇവന്റെ അക്കൗണ്ടിൽ കുറച്ച് എരിവും പുളിയും ചേർന്ന വീഡിയോകൾ പലതും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നതും. ഇതിനെക്കുറിച്ച് ഈ സ്ത്രീകൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. அவனை பிடிச்சோம், 4 அடி அடிச்சோம், போலீஸுக்கு கொடுத்துட்டோம். சரிங்களா? இவனை பார்த்து இனி எந்த இன்ஸ்டாகிராம்ல எந்த ஒரு ஆம்பளையும் எந்த ஒரு பெண்களை ஏமாத்தக்கூடாது. எந்த பெண்களை ஏமாத்தினாலும் ஒவ்வொரு பெண்களும் இதே மாதிரி முயற்சி எடுத்தா ஏமாத்துற ஆண்கள் நிறுத்துவாங்க, അതേ மாதிரி ஏமாத்துற பெண்களை நிறுத்துவாங்க. എന്തു തന്നെയായാലും ഹോർസിനോട് താല്പര്യമുള്ളവർ കുറച്ച് മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടി കയറി വരെ ആളുകൾ വന്ന് തല്ലിയേക്കാം.